2022 ഫെബ്രുവരി 14 തുടങ്ങിയ റഷ്യ-ഉക്രൈൻ സംഘർഷം ഇപ്പോഴും തുടരുന്നു. 3 വർഷത്തോളമായി തുടരുന്ന ഈ സംഘർഷത്തിൽ നിന്നും ഉക്രൈൻ എന്ന രാജ്യം എന്ത് നേടി എന്നതാണ് ഈ വീഡിയോയുടെ പ്രമേയം. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല, എല്ലാം തകർന്നടിഞ്ഞ് ഒരു 25 വർഷം പിന്നിലേക്ക് പോയി എന്നതാണ് വാസ്തവം. ഈ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ ചെയ്യാൻ അതൊരു പ്രചോദനമാകും. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഒരു ഭരണാധികാരിക്ക് വേണ്ട സവിശേഷ ഗുണങ്ങൾ സ്വന്തം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് പുറമെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാനുള്ള സന്ദർഭമുണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അതിന് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ഭരണാധികാരി ശരിക്കും ആ രാജ്യത്തിൻ്റെ ഒരു ബാധ്യതയാണ്. റഷ്യ ഉക്രൈനിൽ കടന്നുകയറാനുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. നാറ്റോ അംഗത്വമെടുക്കാനുള്ള ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സംഘർഷം തുടങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാറ്റോ അംഗത്വം എടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാൻ റഷ്യ പലതവണ ഉക്രൈനോട് ആവശ്യപ്പെട്ടു. അതായത് ഉക്രൈൻ നാറ്റോ അംഗത്വം എടുത്താൽ സംഭവിക്കുന്നത് തീർച്ചയായും നാറ്റോ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ സൈനിക ക്യാമ്പ് ഉക്രൈനിൽ വരികയും റഷ്യൻ അതിർത്തിയിൽ വരെ വന്ന് അമേരിക്കയ്ക്ക് റഷ്യയെ ഏത് സമയവും നിരീക്ഷിക്കുവാനും റഷ്യൻ താൽപ്പര്യങ്ങളിൽ കൈകടത്തുവാനും സാധിക്കും എന്നതായിരുന്നു. ഇത് റഷ്യയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. അതായത് ചൈനയുടെ സൈനിക ക്യാമ്പുകൾ നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ശ്രീലങ്കയിലോ നേപ്പാളിലോ എവിടെയെങ്കിലും വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് ഉക്രൈൻ നാറ്റോ അംഗത്വം എടുക്കുന്നത് വഴി റഷ്യ എന്ന രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഉക്രൈൻ്റെ നാറ്റോ അംഗത്വം എടുക്കാനുള്ള തീരുമാനം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കുറച്ചൊന്നുമല്ല സന്തോഷം നൽകിയത്. കാരണം ബദ്ധവൈരികളായ റഷ്യയെ തൊട്ടടുത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് നിരീക്ഷിക്കുവാനും റഷ്യൻ താൽപ്പര്യങ്ങളിൽ നുഴഞ്ഞു കയറാനുമുള്ള സുവർണാവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ നിന്നും പിന്തിരിയാൻ റഷ്യ പല പ്രാവശ്യം ഉക്രൈന് മുന്നറിയിപ്പ് കൊടുക്കുകയും അത് നടപ്പാക്കാതെ വന്നപ്പോൾ ഉക്രൈൻ അതിർത്തിയിൽ റഷ്യൻ സൈന്യം സൈനികാഭ്യാസം ആരംഭിച്ചുകൊണ്ട് ഉക്രൈന് വാണിംഗ് നൽകുകയും ചെയ്തു. എന്നാൽ കൈവന്ന സുവർണാവസരം നഷ്ടപ്പെടുത്താൻ താൽപ്പര്യമില്ലാതിരുന്ന നാറ്റോ രാജ്യങ്ങൾ എന്തു വന്നാലും ഉക്രൈൻ്റെ കൂടെ തന്നെ കാണും എന്ന് ഉക്രൈന് ഉറപ്പ് നൽകി. അവർ നൽകിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നാറ്റോ അംഗത്വം എന്ന തൻ്റെ നിലപാടിൽ നിലയുറപ്പിച്ചു. എന്നാൽ റഷ്യൻ സൈന്യം ഉക്രൈനിൽ കടന്നു കയറിയപ്പോഴും ഈ രാജ്യങ്ങളുടെ വാഗ്ദാനങ്ങൾ മാത്രമേ സെലൻസ്കിക്ക് കൂട്ടിനുണ്ടായിരുന്നുള്ളൂ. ഈ വാഗ്ദാനങ്ങൾ നൽകിയ രാജ്യങ്ങൾ റഷ്യയുമായി ഒരു തുറന്ന സൈനിക നടപടിക്ക് ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന കാര്യം ഉക്രൈൻ പ്രസിഡന്റ് അന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. ഈ കാര്യങ്ങളുടെ തുടർച്ചയായി പലപ്പോഴും നാറ്റോ രാജ്യങ്ങൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉക്രൈന് നൽകിക്കൊണ്ടിരുന്നു. ഇതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച ഉക്രൈൻ പ്രസിഡന്റ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ശരിക്കും നാറ്റോ അംഗത്വം കൊണ്ട് ഉക്രൈന് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ചില ചെറിയ നേട്ടങ്ങൾ ഒഴിച്ച് ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് ഉത്തരം. ചെറിയ എന്തെങ്കിലും പ്രയോജനമുണ്ടായേക്കാം എന്നതിൽ കവിഞ്ഞ് കാര്യമായി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൽ നിന്നും ശരിക്കും നേട്ടമുണ്ടാക്കാൻ പോകുന്നത് നാറ്റോ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക തന്നെയാണ്. സ്വന്തം സൈനിക ക്യാമ്പ് ഉക്രൈനിൽ റഷ്യൻ അതിർത്തിയിൽ സ്ഥാപിക്കാം എന്നത് തന്നെയാണ് പ്രധാന നേട്ടം. സ്വന്തം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക, സ്വന്തം പൗരന്മാർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ പ്രധാന കടമ. അതിന് ശേഷമുള്ള അപ്രധാന കാര്യങ്ങളാണ് നാറ്റോ അംഗത്വം, പല രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ തുടങ്ങിയ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഉക്രൈൻ പ്രസിഡന്റ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. പിന്നെ റഷ്യയുമായി നേരിട്ടിടയാൻ ഈ പറഞ്ഞ ഒരു രാജ്യവും തയ്യാറാവുകയില്ല എന്ന കാര്യവും ഉക്രൈൻ പ്രസിഡന്റ് മനസ്സിലാക്കിയില്ല. കൂടാതെ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും അവരുടെ സ്വന്തം താൽപ്പര്യം മുൻനിർത്തിയാണ് നാറ്റോ അംഗത്വത്തിൽ ഉക്രൈനെ ചേർക്കാൻ സമ്മതിച്ചത് എന്ന കാര്യവും ഉക്രൈൻ പ്രസിഡന്റ് മനസ്സിലാക്കിയില്ല. നാറ്റോയിൽ ചേർത്താൽ റഷ്യയെ നിരീക്ഷിക്കാൻ നാറ്റോ സൈന്യങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക എന്നതല്ലാതെ വലിയ പ്രയോജനങ്ങൾ തങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്ന കാര്യവും ഉക്രൈൻ ചിന്തിച്ചില്ല. എന്നാൽ റഷ്യ ഉക്രൈനിൽ കടന്നു കയറിയതിനു ശേഷം നാറ്റോ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ അഭിവൃദ്ധി വർദ്ധിച്ചു.
കാരണം മില്യൺ കണക്കിന് ഡോളറുകളുടെ ആയുധ കച്ചവടമാണ് ഈ പ്രശ്നത്തിലൂടെ അമേരിക്കയ്ക്ക് ലഭിച്ചത്. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും റഷ്യയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ നൽകുന്നു. ഈ ഇടപാടുകൾ വെറുതെ ഉക്രൈനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നാരെങ്കിലും ചിന്തിച്ചാൽ അത് തെറ്റാണ്. ആയുധ കച്ചവടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ മില്യൺ കണക്കിന് ഡോളറിൻ്റെ ആയുധ കച്ചവടം ഈ രാജ്യങ്ങൾക്ക് നടത്താൻ കഴിയുന്നു. ആരും ആർക്കും സൗജന്യമായി ഒന്നും കൊടുക്കുന്നില്ല. അത് വ്യക്തികളായാലും സംഘടനകളായാലും രാജ്യങ്ങളായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില പ്രകൃതിക്ഷോഭങ്ങൾ, പട്ടിണി, പകർച്ചവ്യാധി എന്നിവ അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ സ്ഥിതിയല്ല ഈ പറയുന്നത്. സ്വന്തം സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിക്കൊണ്ടുള്ള ഒരു കാര്യവും ഒരു രാജ്യവും ചെയ്യില്ല. ഈ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും അമേരിക്ക, UK തുടങ്ങിയ രാജ്യങ്ങളുടെ താൽപ്പര്യം എന്നത് ആദ്യം പറഞ്ഞതുപോലെയുള്ള മില്യൺ കണക്കിന് ഡോളറിൻ്റെ വൻപിച്ച ആയുധ കച്ചവടം മാത്രമാണ്. ഉക്രൈൻ പ്രസിഡന്റും അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദവും ഇതുവരെയും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ സ്ഥിതിയും അതുതന്നെയാണ്. അവിടെയും നടക്കുന്നത് ആയുധ കച്ചവടം മാത്രം. ഇത് വേറൊരു ടോപ്പിക് ആയതുകൊണ്ട് വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഈ നടക്കുന്ന ഉക്രൈൻ റഷ്യ സംഘർഷം നിലനിന്ന് കാണാനാണ് രക്ഷകർ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ആഗ്രഹം. കാരണം ഉക്രൈൻ ഖജനാവിലെ അവസാന സമ്പത്ത് വരെ ആയുധ കച്ചവടത്തിലൂടെ സ്വന്തം രാജ്യത്തിലേക്ക് വരുത്തുവാനുള്ള തന്ത്രം. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴുമുണ്ട് എന്ന പൊള്ളയായ വാഗ്ദാനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇന്നും അത് വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ ചില പ്രമുഖ കമ്പനികൾ ചെയ്യുന്ന കച്ചവട തന്ത്രം പോലെ ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ വിറ്റഴിഞ്ഞ ശേഷം നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഫ്രീ ആയി പ്രോഡക്റ്റ് കൊടുക്കുന്നത് പോലെ മില്യൺ കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ ഉക്രൈന് വിറ്റതിന് ശേഷം ഒരു ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ ഉക്രൈന് ഫ്രീ ആയി കൊടുക്കുന്നു. അത് വലിയ വാർത്തയുമാവുന്നു. ശരിക്കും ഫ്രീ ആയി കൊടുക്കുന്ന ഐറ്റത്തിൻ്റെ വില കൂടി ആയുധ കച്ചവടത്തിൽ നിന്നും ഈടാക്കിയിട്ടാണ് അവ കൊടുക്കുന്നതെന്ന് പോലും ഉക്രൈൻ മനസ്സിലാക്കുന്നില്ല. പിന്നെ എപ്പോഴും കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യവും തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയല്ലാതെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങി സ്വന്തം സൈനികരുടെ ജീവനും സ്വന്തം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കാൻ തയ്യാറാവില്ല എന്ന ബേസിക്കായ കാര്യം പോലും മനസ്സിലാക്കാൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് കഴിയാതെ പോയി എന്നതാണ് വസ്തുത. പിന്നെ ഉക്രൈൻ റഷ്യ സംഘർഷം എന്നത് ഒരിക്കലും ഒരു തുറന്ന യുദ്ധമല്ല. റഷ്യൻ സൈന്യം ഉക്രൈനിൽ അതിക്രമിച്ചു കടന്നു എന്നതല്ലാതെ ഇപ്പോഴും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഉക്രൈനിൽ പട്രോളിംഗ് നടത്തുന്ന റഷ്യൻ സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഉക്രൈനികളെ തുരത്തി പ്രതിരോധം തീർക്കുക എന്നത് മാത്രമാണ് റഷ്യൻ സൈന്യം ചെയ്യുന്നത്. മിക്കവാറും ഈ പ്രതിരോധം വളരെ ശക്തമാകാറുണ്ട്. അല്ലെങ്കിൽ ഉക്രൈനെ ആക്രമിച്ച് കീഴടക്കാനായിരുന്നെങ്കിൽ റഷ്യയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വേണ്ടിവരികയുള്ളൂ എന്നതാണ് വാസ്തവം. 3 വർഷമായിട്ടും റഷ്യൻ സൈനികർക്ക് സർവാധിപത്യം നേടാൻ കഴിയാതെ പോയത് തങ്ങൾ തന്ന ആയുധങ്ങളുടെ മെച്ചമാണ് എന്ന് പറഞ്ഞ് ആയുധ വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾ ഉക്രൈനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് വിശ്വസിച്ച് ഖജനാവ് കാലിയാകും വരെ ഉക്രൈൻ അവരുടെ കയ്യിൽ നിന്നും ആയുധം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. ഉക്രൈൻ എന്ന രാജ്യം മിക്കവാറും തകർന്നടിഞ്ഞ് 25 വർഷം പുറകിലേക്ക് പോയിരിക്കുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഉള്ള സമ്പത്തിന് ആയുധങ്ങൾ വാങ്ങിക്കാൻ മാത്രം ശ്രദ്ധിക്കുന്ന ഉക്രൈനിൽ ജനങ്ങൾ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ദുരിതത്തിലായി. അവർ സ്വന്തം നാടുവരെ ഉപേക്ഷിച്ച് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിക്കാൻ ഭക്ഷ്യധാന്യങ്ങൾ പോലും, എന്തിനേറെ വൈദ്യുതിയും വെള്ളവും പോലുമില്ലാത്ത അവസ്ഥയാണ് ബാക്കിയുള്ള ഉക്രൈൻ പൗരന്മാർക്ക്. വരാനുള്ള തലമുറ, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും കൊടുക്കാനുള്ള അവസ്ഥ പോലും ഇന്ന് മിക്കവാറും താറുമാറായിരിക്കുന്നു. ഇത്രയും കൊടിയ ദുരിതങ്ങളും ദാരിദ്ര്യവും അനുഭവിച്ച് പലായനം ചെയ്യുന്ന സ്വന്തം ജനതയാണോ അതോ നാറ്റോ അംഗത്വമാണോ ഉക്രൈന് വലുത് എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം നാറ്റോ ബന്ധം ഉപേക്ഷിച്ചു എന്ന ഒറ്റ പ്രസ്താവന കൊണ്ട് തീരുന്ന സംഘർഷം മാത്രമേ ഇപ്പോഴും നിലവിലുള്ളൂ. അതിനു പകരം സ്വന്തം ജനതയെ ദുരിതത്തിലാക്കി ഉള്ള സമ്പത്തുകൾ നൽകി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സെലൻസ്കിയുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. അടുത്തിടെ ഉക്രൈൻ വാങ്ങിയ ചില ആധുനിക ആയുധങ്ങൾ റഷ്യയ്ക്കെതിരെ പ്രയോഗിച്ചപ്പോഴാണ് റഷ്യ ആണവനയം തിരുത്തുകയും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനിലേക്ക് അയച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തത്. കൂടാതെ പട്ടണത്തെ ഒന്നാകെ ബാധിക്കുന്ന ഇലക്ട്രിസിറ്റി ശൃംഖല തകർക്കുകയും ചെയ്തു. എന്നിട്ടും യുദ്ധം നിർത്താനുള്ള മാർഗങ്ങൾ ഉക്രൈൻ പ്രസിഡന്റ് ചെയ്യുന്നില്ല എന്നത് അദ്ദേഹത്തിന് സ്വന്തം ജനതയോട് ഒരു താൽപ്പര്യവുമില്ല എന്നതിൻ്റെ തെളിവാണ്.
ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സുരക്ഷയ്ക്കായി മിക്ക സമയത്തും ബങ്കറുകളിലും പിന്നെ അയൽ രാജ്യമായ ഹോളണ്ടിലും നിലയുറപ്പിച്ചുകൊണ്ട് സ്വന്തം ജനതയെ നരകയാതന അനുഭവിക്കാൻ തള്ളിവിട്ടിരിക്കുന്നു എന്നതാണ്. ഉക്രൈൻ്റെ സാമ്പത്തിക സ്ഥിതി ഇന്ന് തീർത്തും പരിതാപകരമാണ്. അവിടെ ജീവിത സാഹചര്യങ്ങൾ തീർത്തും ഇല്ലാതായി. മിക്ക കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള അവസരങ്ങൾ പോലുമില്ല. എന്നാലും നാറ്റോ അംഗത്വം എന്ന വിചിത്രമായ നിലപാടിൽ ഉക്രൈൻ പ്രസിഡന്റ് നിൽക്കുന്നു. പിന്നെ ഉക്രൈൻ പ്രസിഡന്റിന്റെ ശിശുസഹജമായ ഒരു തീരുമാനം എന്നത് ഈ സംഘർഷത്തിന്റെ തുടക്കത്തിൽ ഉക്രൈൻ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് കൊടും കുറ്റവാളികളെ ശിക്ഷ റദ്ദ് ചെയ്ത് മാപ്പുകൊടുത്ത് കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങൾ കൊടുത്ത് റഷ്യക്കെതിരെ പോരാടാൻ അയച്ച ഉക്രൈൻ പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഇനി യുദ്ധം തീർന്നാലും ഈ കൊടും കുറ്റവാളികൾ റഷ്യയേക്കാൾ വലിയ ഭീഷണിയാണ് ഉക്രൈൻ എന്ന രാജ്യത്ത് സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ കുറ്റവാളികൾ ഈ ആയുധങ്ങളുമായി കടന്നുകളഞ്ഞു എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവനയം തിരുത്തിക്കഴിഞ്ഞതിന് ശേഷം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നടത്തിയ ചില പ്രസ്താവനകൾ ശ്രദ്ധേയമാണ്. റഷ്യ കടന്നുകയറി അധീനതയിൽ വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ അവർ എടുത്തുകൊള്ളാനും തങ്ങൾക്ക് നാറ്റോ അംഗത്വം മാത്രം മതിയെന്നും അതിനാൽ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതുമാണ് ഉക്രൈൻ പ്രസിഡന്റിന്റെ വിചിത്രമായ നിലപാട്. പിന്നെ ഇതിലെ വേറൊരു കാര്യം, നാറ്റോയിൽപ്പെട്ട യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് റഷ്യയുടെ സഹായം അത്യാവശ്യമാണ് എന്നതാണ്. കാരണം ചുരുങ്ങിയ ചെലവിൽ റഷ്യയിൽ നിന്നും കിട്ടുന്ന പ്രകൃതിവാതകവും പെട്രോൾ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തുന്ന മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല എന്ന കാര്യം പോലും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ജനുവരിയിൽ അധികാരമേൽക്കുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഉക്രൈൻ എന്ന രാജ്യത്തിൻ്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി തീരുമെന്ന് തീർച്ചയാണ്. കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ഭരണകാലത്ത് എന്തോ ചെറിയ കാര്യത്തിന് യൂറോപ്യൻ യൂണിയനുമായി ഉടക്കി വേണ്ടി വന്നാൽ നാറ്റോ അംഗത്വത്തിൽ നിന്നും പുറത്തു പോകാൻ വരെ അമേരിക്ക തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഉക്രൈൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങളുമായി മുമ്പോട്ടു പോകും എന്നതാണ്. ഈ കാര്യം ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ശ്രീ ഡൊണാൾഡ് ട്രംപ് റഷ്യയുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാകും സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുവരെയും നടന്ന കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും പാഠം പഠിക്കാത്ത ഉക്രൈൻ പ്രസിഡന്റ് ശരിക്കും ഈ പദവിക്ക് പറ്റിയ ആളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഉക്രൈൻ എന്ന രാജ്യം തകർന്നടിഞ്ഞിട്ടും ഭൂരിഭാഗം ജനങ്ങളും എല്ലാം ഇട്ടെറിഞ്ഞ് പലായനം ചെയ്തിട്ടും ആയിരക്കണക്കിന് സ്വന്തം പൗരന്മാർ മരിച്ചിട്ടും നാറ്റോ അംഗത്വം എന്ന വിചിത്ര നിലപാടിൽ നിൽക്കുന്ന പഴയ കോമഡി നടനായ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് സർവ്വഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ചയിൽ വേറൊരു വീഡിയോയുമായി കാണാം.